പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്നത്തെ വചനത്തിലൂടെ കർത്താവെ, നീ ഞങ്ങളെ നയിച്ചു. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹം, നിൻ്റെ അനുകമ്പ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ തുടരണമെന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. വയോവൃദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നീ കൃപ നൽകി. ഞങ്ങളെ പെറ്റുവളർത്തിയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും ഓർക്കുവാനായി പ്രാർത്ഥിക്കുവാനായി നൽകിയ ദിവസത്തെ ഓർത്ത അങ്ങേക്ക് നന്ദി. കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളെപ്പോലെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യങ്ങൾ എല്ലാം ഞങ്ങളെപ്പോലെ അനുഭവിക്കുവാനും അതോടൊപ്പം തന്നെ മാതാവിൻ്റെ സ്നേഹം ജനന സമയത്ത് തന്നെ നഷ്ടപ്പെട്ട വിശുദ്ധ അൽഫോൻസ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ചതുപോലെ ജീവിക്കുവാനും ഞങ്ങളെ വിളിക്കുന്നതിനെ ഓർത്ത് നന്ദി. വിശുദ്ധ അൽഫോൻസായുടെ ജീവിത മാതൃക ഞങ്ങളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കും. ഈ വിശുദ്ധ എത്രമാത്രം അങ്ങയെ സ്നേഹിച്ചുവെന്നും അങ്ങയുടെ കുരിശിലെ സഹനങ്ങളൊക്കെ തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് കൊണ്ട് അങ്ങയെ മാത്രം മണവാളനായി സ്വീകരിച്ച വിശുദ്ധ അൽഫോൻസ പരിശുദ്ധിയുടെ നിറകുടമായി ഭാരതസഭയിലെ ഈ പ്രഥമ വിശുദ്ധ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനം നൽകണം. വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ഞങ്ങൾ ഓരോരുത്തരും ഈ വിശുദ്ധയെപ്പോലെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. കാരുണ്യവാനായ കർത്താവെ, വിശുദ്ധ അൽഫോൻസായുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് എപ്പോഴും എല്ലായിടത്തും നൽകി അനുഗ്രഹിക്കണം. സഹനത്തിൻ്റെ മാതൃകയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കണം. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ, നിൻ്റെ കുരിശുമെടുത്തുകൊണ്ട് നിൻ്റെ പിന്നാലെ വരുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം. ഈ ദിവസത്തിൻ്റെ സമാപനത്തെ ഞങ്ങളെ ഓരോരുത്തരെയും നീക്കി സമർപ്പിക്കും. നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും രാത്രി അനുഭവിച്ചറിയുവാൻ നീ കൃപ നൽകണം. ദൂതന്മാരുടെ രാജാവായ നസ്രേക്കാരൻ യേശുവെ പെട്ടെന്നുള്ള മരണത്തെ അപാരങ്ങളെ കാത്തുവാണ്. പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങ് മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിൻ്റെ സ്തുതികൾ പാടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.